ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. ചെറിക്ക് പണിയില്ലാത്ത ദിവസങ്ങളിൽ ഇത്ര നേരത്തെ ഒന്നും എണീക്കാറില്ല കേട്ടോ. കുറച്ചൊക്കെ നേരം വൈകിട്ടാണ് എണീക്കാറ്. ഇന്ന് ലിച്ചൂസിന് പരീക്ഷയുണ്ട്, പൊതുപരീക്ഷയാണ് മദ്രസിൽ. ഞാൻ എണീറ്റപ്പോൾ അവളെയും കൂടെ വിളിച്ചിട്ടുണ്ട്, കുറച്ച് നേരം പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. രാത്രിയിൽ അവൾ പഠിച്ചിട്ടാണ് കിടന്നത്, എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് രാവിലെയും കൂടെ എണീപ്പിച്ചിട്ടോ. അവൾ ഹാളിലിരുന്ന് പഠിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ പണി ഞാനും എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കിച്ചണിലോട്ട് പോയി. ഇന്ന് ചീയപ്പാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം. ഇന്നും അപ്പത്തിന് കറി മീൻകറി തന്നെയാണ്. ഇത് തലേന്ന് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. മീൻകറിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ലുലുമോൾക്ക് മദ്രസ ഒന്നുമില്ല, പൊതുപരീക്ഷ ആയതുകൊണ്ട് അവർക്കൊന്നുമില്ല കേട്ടോ. ഞാൻ മുറ്റടിച്ചോരിക്കൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഊഞ്ഞാലിലിരുന്ന് ആടുന്നുണ്ട് കേട്ടോ. ലിയമോക്ക് പിന്നെ ലുലുവിനെ കിട്ടിയാൽ മതി കേട്ടോ. അവർ രണ്ടുപേരും അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളും. കളീൻ്റെ ഇടയിൽ ചിലപ്പം വികൃതിയൊക്കെ കാണിക്കും കേട്ടോ. ലുലുമോളെ നല്ലോണം കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവർ രണ്ടുപേരും കളിക്കട്ടെ, ഞാൻ എൻ്റെ പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിന്നു കേട്ടോ. മെയിൻ്റെ ഒന്നും വെച്ചില്ല. അധികം മെയിൻ്റെ വെക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ എടുത്ത് പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ലിയക്കുട്ടിനെ അധികം ശ്രദ്ധിക്കാനൊന്നും പോയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. ഇമ്മാക്കും രാവിലെ മുതൽ നല്ല പണിയാണ് കേട്ടോ. മഞ്ഞൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, അതൊക്കെ രാവിലെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പുഴുങ്ങി പിന്നെ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചിട്ടാണ് വെയിലത്ത് കൊണ്ടുപോയിടുന്നത്. ഇതിനിടയിൽ എൻ്റെ ചോറും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചെറിയ പണി കയറി വന്നപ്പം അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിനെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി കൊണ്ടുവന്ന മീനിന്ന് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് മീൻ അച്ചാറിട്ടിട്ട് കുറേ ആയി. അപ്പം അതും കൂടെ അച്ചാറിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ക്ലീൻ ആക്കിയതിന് ശേഷം മുളകും മഞ്ഞളും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ അരിനെല്ലിക്ക കഴുകിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ കുറച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ അരിനെല്ലിക്കയാണ് അച്ചാറിടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വിറകടുപ്പിൽ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. ലിച്ചൂസിനോട് കുറച്ച് അരിനെല്ലിക്ക അവിടെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് മറന്നിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളും അച്ചാറിട്ട് അതിന് ശേഷമാണ് ഓർമ്മ വന്നത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ പട്ടി എന്തെന്നില്ലാത്ത കുരക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിലാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മുടെ ലിയക്കുട്ടിയൊക്കെ ഉറങ്ങിയതിന് ശേഷം എന്തായാലും അവൻ അവിടെ ഇരുന്ന് കുരക്കട്ടെ, ഞാൻ എന്തായാലും വോയിസ് ഓവർ കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. പൊടികളുടെ പച്ച മണക്കം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരിനെല്ലിക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിനെല്ലിക്കയിൽ ഞാൻ ഓൾറെഡി പിക്കിൾ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം വിനാഗിരി കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഒഴിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നല്ല പുളിയുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മതി. പിന്നീട് തിളപ്പിച്ചാറിയ വെള്ളം കൂടെയാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വാങ്ങി വെക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. എന്തെങ്കിലും അച്ചാർ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അഥവാ നമുക്ക് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ. ഞാനധികം കഞ്ഞിയൊന്നും കുടിക്കാറില്ല, എന്നാലും എനിക്ക് ചോറുക്ക് അച്ചാറാണെങ്കിലും ഞാൻ കഴിക്കൂട്ടോ. മക്കൾസിനാണെങ്കിലും സ്കൂളിലേക്ക് അച്ചാറൊക്കെ കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
അരിനെല്ലിക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വാങ്ങി വെച്ചതിന് ശേഷം നേരെ നമ്മുടെ മീനച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ മസാല കൂട്ടി വെച്ചിട്ടുള്ള മീനൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. 2 വട്ടമായിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. മീനച്ചാറ് ഇപ്പം അടുത്തായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്താകുമെന്ന്. എന്തെങ്കിലും പാൾട്ട് പറ്റിയാൽ അതിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ ചെറി. അതുകൊണ്ടാണ് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പൊരിച്ച് കോരിയെടുക്കുന്നുണ്ട്. മീൻ പൊരിച്ച് കോരിയെടുത്തിട്ടുള്ള ഈ എണ്ണയിലിട്ടിട്ട് തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് പിന്നീട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിക്കിൾ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് വഴറ്റി കൊടുക്കണം. ആദ്യം തന്നെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് പിക്കിൾ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. മസാല അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. നമ്മുടെ ചട്ടി നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീനാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, വിനാഗിരി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലേശം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്ന് തോന്നിയപ്പം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തതാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കുമ്പോൾ അതൊന്ന് വാങ്ങി വെച്ചാൽ മതി. പിന്നീട് അത് കുറുകി വന്നോളും. അങ്ങനെ നമ്മുടെ നെല്ലിക്കച്ചാറും മീനച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അകങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അടിച്ചു വാരാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ കുമ്പളങ്ങ മോര് കാച്ചിട്ടുണ്ടായിരുന്നു, അതിരിപ്പുണ്ട്. ഇനി മീനച്ചാറും നെല്ലിക്കച്ചാറൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി ഇന്ന് വൈകുന്നേരത്തിന് വെക്കാൻ, ഇനി ഉച്ചയ്ക്ക് വെക്കാൻ ടൈമില്ല. അങ്ങനെ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചോറൊക്കെ കഴിച്ചു. ഈ ഒരു ടൈം ആയപ്പോഴേക്കും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3:30 ആയിട്ടുണ്ട് ടൈം. കപ്പയും പലവക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇന്ന് വൈകുന്നേരത്തിന് 4 മണിക്ക് വെക്കാമെന്ന് വിചാരിച്ചു, ചായക്ക് വേണ്ടിയിട്ട്. ഇറച്ചി ഇന്ന് വെക്കുന്നില്ല, അത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണം. നല്ല ഇറച്ചിയും കൊണ്ടുവന്നിട്ടുണ്ട്, പലവകയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് പലവക വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കപ്പയൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലിയക്കുട്ടിൻ്റെ അടുത്ത് അവളോരോ വികൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ അവിടെ വെച്ചപ്പം ആൾക്ക് ആ ഫോൺ വേണം. അപ്പോൾ ഞാൻ ആ ഫോൺ എടുക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ കുറച്ച് നേരം കണ്ടിരുന്നിട്ട് അപ്പം തന്നെ എണീറ്റ് കേട്ടോ. പിന്നീട് എനിക്ക് ആ ഫോണൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ടാക്കിയതാണ്. അതിനിടയിൽ അവൾ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് എൻ്റെ മടിയിലിരിക്കണം. അങ്ങനെ ഞാൻ അവളെ മടിയിലിരുത്തിയിട്ട് ബാക്കിയുള്ള കപ്പയും കൂടെ റെഡിയാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ കപ്പയും പലവകയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയാണ് കേട്ടോ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിലൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്